അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ഒരളവ് വരെ പരിഹാരമാകുന്ന വൈലോങ്ങര ഓരോടം പാലം ബൈപ്പാസ് ആശയം കൊണ്ടുവന്നത് ബ്ലോക്ക് പ്രസിഡന്റായിരിക്കെ താനാണെന്ന് കുന്നത്ത് മുഹമ്മദ് വാർത്താസമ്മേളനത്തിൽ അവകാശപ്പെട്ടു. ടി എ അഹമ്മദ് കബീർ MLA മുമ്പാകെ വെച്ച ബൈപ്പാസ് ആശയം അദ്ദേഹം തുടങ്ങിവെച്ചതിന്റെ തുടർച്ചയാണ് ഇപ്പോഴുള്ളത്. എന്നാൽ ഇതിന്റെ ഫയൽ വർക്കുകൾ ഇപ്പോൾ വേണ്ട പോലെ നടക്കുന്നില്ലെന്നും മുഹമ്മദ് ആരോപിച്ചു. അഹമ്മദ് കബീർ സാഹിബ് MLA ആയിരുന്ന സമയത്ത് ഈ ബൈപ്പാസ് വരുമ്പോൾ യഥാർത്ഥത്തിൽ അവിടുന്ന് വന്നിങ്ങാണ്ട് വീണ്ടും തിരിഞ്ഞു പോകേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ അതൊരു ബ്ലോക്ക് വീണ്ടും വരും. ഞാനാണ് അന്ന് ബ്ലോക്ക് പ്രസിഡന്റ് എന്നുള്ളവർക്ക് വൈലോങ്ങര ഒരടംപാലം ബൈപ്പാസ് വന്നെങ്കിലേ ഉള്ളൂ യഥാർത്ഥത്തിൽ പോകാന്ന് പറയുന്നത്. വണ്ടി വന്ന് ഒരടംപാലത്തിൽ നിന്ന് നേരെ പെരുന്തമണ്ണക്ക് പോവുക, അങ്ങാടിപ്പുറത്ത് കുറേ ഫ്രീ ആക്കുക എന്നുള്ള ഒരു മാസ്റ്റർ പ്ലാൻ പറഞ്ഞപ്പോൾ മൂപ്പരത് അംഗീകരിച്ച് അന്ന് തുടങ്ങിയ പ്രവർത്തനമാണ് മാനത്തുമംഗലം വൈലോങ്ങര ഒരടംപാലം ബൈപ്പാസ്. അന്ന് ചെയ്തതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ആളുകൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ഫയൽ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് നീങ്ങി പോകുന്നത്. മങ്കടയിൽ 560 കോടിയുടെ വികസനം നടന്നതായി ചില അവകാശവാദമുണ്ട്. അഹമ്മദ് കബീർ MLA ആയ കാലത്ത് കണക്കുകളും കേന്ദ്രാവിഷ്കൃത പദ്ധതികളും കൂടി ഉൾപ്പെടുത്തിയ കണക്കാണത്. പ്രതിപക്ഷത്തുള്ള ജില്ലയിലെ പല MLA-മാരുടെ മണ്ഡലങ്ങളിലും ഒട്ടേറെ ജനകീയ വികസനം നടന്നിട്ടുണ്ട്. എന്നാൽ കാര്യമായ ടീം വർക്ക് ഇല്ലാത്തതിനാൽ മങ്കടയിൽ കാര്യമായ വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെന്നും മുഹമ്മദ് ആരോപിച്ചു. ഒന്നും അകലെയല്ല, ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം, പക്ഷേ അസാധ്യമല്ല. പുതിയൊരു തുടക്കം കരുതലോടെ. അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും. ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി.